Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Okay, സുഖാണോ? Yes. Good morning, ma'am. സൗണ്ട് വളരെ കുറവാണല്ലോ. സൗണ്ട് കേൾക്കുന്നില്ല? മാം ക്ലാസ്സിന്റെ സൗണ്ട് കുറച്ച് കുറവാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഇല്ല. ഇപ്പോഴോ? കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ശരിയായോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ എല്ലാവർക്കും? സുഖാണല്ലേ? സുഖായിട്ടിരിക്കുന്നു. ഓക്കെ. എല്ലാവരുടെയും വീടൊക്കെ എവിടെയാണ്? ഇവിടെ അടുത്താണോ? എറണാകുളത്ത് തന്നെയാണോ എല്ലാവരുടെയും വീട്? അല്ല, ബാംഗ്ലൂർ. ബാംഗ്ലൂർ. ഓക്കെ. വയനാട്. വയനാട്, തൃശ്ശൂര്, പത്തനംതിട്ട, കോഴിക്കോട്, പാലക്കാട്. ഇടുക്കി, പാലക്കാട്. ഇടുക്കി, പാലക്കാട്. ഓക്കെ. മാം സൗണ്ട് കേൾക്കുന്നില്ല. സൗണ്ട് എന്താണ്? കുറവാ മേഡം. നേരത്തെ പോലെ തന്നെ സൗണ്ട് കുറവുണ്ടല്ലോ. ഇത് കുറവാണ്. കേൾക്കുന്നില്ലേ? ആ, അതെ. 1 minute. 1 minute. ഹലോ, കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. സൗണ്ട് കുറവാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒന്ന് സൗണ്ട് കൂട്ടിയിട്ട് നോക്കാം കേട്ടോ. ചിലപ്പോ അതിന്റെ പ്രശ്നമായിരിക്കാം. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. പ്രീതയുടെ വീട് എവിടെയാണ്? പത്തനംതിട്ട. പ്രീത മാത്രം വീഡിയോ ഓണാക്കി വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ആ കുട്ടിയോട് ചോദിച്ചത് കേട്ടോ. ഓക്കെ. പിന്നെ ഫാദർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഫാദർ ജിബിൻ. എല്ലാവരും +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരാണോ? അല്ലെങ്കിൽ വീട്ടമ്മമാരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഉണ്ട്. ഉണ്ട്. ഓക്കെ. ജോലിക്ക് പോകുന്നവരുണ്ടോ? ഇല്ല. ഇല്ല. ക്ലാസ് ആരംഭിക്കുകയാണല്ലേ? ഓക്കെ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സിനെയും നിങ്ങളെയും ഈശ്വരനെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക്. റെഡി ആണെല്ലാവരും? അപ്പോ എന്റെ പേര് മിൽഡ്രോസ്. മിൽഡ്രോസ് കേൾക്കുന്നുണ്ടോ? ഞാൻ കമന്റ് ബോക്സിൽ ഇടാം, ടൈപ്പ് ചെയ്തിടാം കേട്ടോ. പേര് മിൽഡ്രോസ്, വീട് മൂത്തുപോലെ ഓഫീസിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാലോ ഇൻട്രൊഡക്ഷനിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കോ? സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പറയുന്നതും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് പറഞ്ഞാലും നമുക്ക് കേൾക്കില്ല, ക്ലിയർ ആവില്ല. ക്രിസ്റ്റീന, എബിൻ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ 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 ഓക്കെ. പേര് കേട്ടോ എല്ലാവരും? മിൽഡ്രോസ് എന്നാണ് പേര്. അപ്പോ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ്, പിന്നെ ഹിസ്റ്ററി. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിഷമിസ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഓരോ ടീച്ചേഴ്സും ഡിവൈഡ് ചെയ്താണ് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് എടുക്കുന്നത് ഇല്ലേ? ഇതൊക്കെ അറിയില്ലേ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് കാണാത്തവരുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോ ക്ലാസ് കഴിയുമ്പോ ഓരോ ടീച്ചർമാരുടെയും ക്ലാസ് കഴിയുമ്പോ ഒരു മോക്ക് ടെസ്റ്റ് എടുത്ത എത്ര വരെയാണോ അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ഇട്ട് തരും. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോ നിങ്ങൾ പാഠഭാഗങ്ങൾ വായിച്ചു നോക്കി, കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യണം. ഓരോ ദിവസവും ആൻസർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് എളുപ്പമായിരിക്കും. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ടീച്ചർമാർക്കും ഓരോ നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇന്നാളുടെ പേര് ഇപ്പൊ മിൽഡ്രോസ് മാം ആണെങ്കിൽ മിൽഡ്രോസ്, അല്ലെങ്കിൽ മിലു മിസ് എന്ന് വിളിച്ചാലും മതി കേട്ടോ. നിങ്ങൾക്ക് വിളിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിലു മിസ് എന്ന് വിളിച്ചാലും മതി. ഓക്കെ, അപ്പോ എന്റെ പേര് എഴുതാം, എന്നിട്ട് ഒരു നോട്ട് ബുക്ക് എടുത്ത് വെക്കാം. ഞാൻ പറയുന്ന ലെക്ചർ നോട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മലയാളത്തിൽ എഴുതണമെങ്കിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നീട് അത് വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആവും. നിങ്ങളുടെ ഭാഷയിൽ നിന്നൊക്കെ എഴുതുമ്പോൾ പിന്നീട് ആ പോർഷൻസ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ജസ്റ്റ് വേണമെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെക്കാം. ഓരോ ടീച്ചർമാർക്കും ഓരോ ടീച്ചർമാരുടെ പേര് എഴുതിയിട്ട് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ക്ലാസ് കഴിഞ്ഞൊരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഞാൻ അൺമ്യൂട്ട് ആക്കും. അപ്പൊ അത് കഴിയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും വായിച്ചിട്ട് മനസ്സിലാവായെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. ടെൻഷനൊന്നും എടുക്കേണ്ട, നമുക്ക് ഇങ്ങനെ ജോളി ആയിട്ട് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കേട്ടോ. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്കറിയാം, നമ്മൾ ഏതൊരു ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ അല്ലെ എന്താണ്. അപ്പൊ നമ്മൾ ഏത് കോഴ്സാ പഠിക്കുന്നത്? ഏത് കോഴ്സാ പഠിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ കൊടുക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ എന്താണ്, ഏത് വീടിൽ നിന്ന് വന്നിരിക്കുന്നു, അതുപോലെ തന്നെ 3 ഡെഫിനേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിക്കുന്നത് നമ്മൾ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. The English word hospitals, hostels, hotels, and hospice are, or according to etymology, related to the Latin noun hospes, a word having the opposite meaning, guest or visitor, and one who provides lodging or entertainment for a guest or visitor. അപ്പോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ വായിച്ചു. അതിനകത്ത് എന്താണ് പറയുന്നത്?
ഈ ലാറ്റിൻ നൗണായ ഹോസ്പസ് അല്ലെ, ഹോസ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാറ്റിൻ നൗണാണ്. അതുപോലെ തന്നെ ഒരു ഇറ്റിമോളജി എന്ന വാക്ക് കേട്ടില്ലേ നിങ്ങള്? കണ്ടില്ലേ അവിടെ? എന്താണ് അതിന്റെ മീനിങ് എന്ന് അറിയോ? ഇറ്റിമോളജി. ഇറ്റിമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും അറിയോ ഇതിന്റെ വേർഡ് മീനിങ് എന്താണെന്ന്? Yes or no? കമന്റ് ഇട്ടാലും മതി കേട്ടോ. ഇല്ല, അറിയില്ല. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. ഇറ്റിമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റഡി ഓഫ് ദ ഒറിജിൻ. മിസ് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെച്ചാലും മതി കേട്ടോ. അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതി വെക്കാം. നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇറ്റിമോളജി ഒരു ഹൈഫൺ ഇടാം. ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ. The study of the origin of words, their meanings, and their meanings. അപ്പൊ എന്താണ് ഇറ്റിമോളജി എന്ന് പറഞ്ഞാല്? ഒന്നുകൂടി വായിക്കാം. The study of the origin of the words and their meanings. വാക്കുകളുടെ ഉത്ഭവവും അവയുടെ അർത്ഥങ്ങളെയും കുറിച്ചുള്ള പഠനത്തെയാണ് ഇറ്റിമോളജി എന്ന് പറയുന്നത്. വാക്കുകളുടെ ഉത്ഭവവും അവയുടെ അർത്ഥങ്ങളെയും കുറിച്ചുള്ള പഠനത്തെയാണ് ഇറ്റിമോളജി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇറ്റിമോളജി പ്രകാരം ലാറ്റിൻ നൗണായ ഹോസ്പസിൽ നിന്ന് വന്ന ഇംഗ്ലീഷ് വേർഡുകളാണ് എന്തൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ് ആൻഡ് ഹോസ്പൈസ്. ഈ 4 വേർഡുകളും, ഈ 4 ഇംഗ്ലീഷ് വേർഡുകളും എന്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? ലാറ്റിൻ നൗണായിട്ടുള്ള ഹോസ്പസിൽ നിന്ന്. ക്ലിയർ ആയോ? ഓക്കെ. ഇറ്റിമോളജി പ്രകാരം ലാറ്റിൻ നൗണായ ഹോസ്പസിൽ നിന്നാണ് ഈ 4 ഇംഗ്ലീഷ് വേർഡുകളും ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത്. ഇതൊക്കെയാണ് ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ് ആൻഡ് ഹോസ്പൈസ്. എന്താണ് ഹോസ്പൈസ് എന്ന് പറഞ്ഞാല്? ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? ഹോസ്പിറ്റൽസ് അറിയാം നിങ്ങൾക്ക്, ഹോസ്റ്റൽസ് അറിയാം, ഹോട്ടൽസ് അറിയാം. എന്തായിരിക്കാം ഹോസ്പൈസ് എന്ന് പറഞ്ഞാല്? അതിന്റെ മീനിങ് എന്തായിരിക്കാം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇനി വേണം, തെറ്റാലും കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ടീച്ചർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റു കുട്ടികൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ. ആർക്കും അറിയില്ല. ഓക്കെ. ഗസ്റ്റുകളെ സ്വീകരിക്കുന്നത് എന്താണ്? ഗസ്റ്റുകളെ സ്വീകരിക്കുന്നത് അത് വേറെ മീനിങ് ആണ് കേട്ടോ. ഞാൻ അടുത്തത് മിസ് പറഞ്ഞത്. ഓക്കെ. ഹോസ്പൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രം. പാലിയേറ്റീവ് കെയർ കേട്ടിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. പാലിയേറ്റീവ് കെയർ അതൊക്കെ എന്താണ്? എക്സാമ്പിളുകളാണ് കേട്ടോ. ഓക്കെ. ഹോസ്പൈസ്. ഓക്കെ, ഞാൻ ഈ വേർഡ് മീനിങ് ആണ് ചോദിച്ചത്. ഹോസ്പൈസ് അതിന്റെ മീനിങ് ആണ് ചോദിച്ചത്. അതിന്റെ മീനിങ് ആണ് കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രം അല്ലെങ്കിൽ അഭയ കേന്ദ്രം എന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതി വെച്ചോ. പാലിയേറ്റീവ് കെയർ കേട്ടോ. പാലിയേറ്റീവ് കെയർ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇറ്റിമോളജി പ്രകാരം ലാറ്റിൻ നൗണായ ഹോസ്പസിൽ നിന്ന് വന്ന ആ 4 ഇംഗ്ലീഷ് വേർഡുകൾ ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ് 4 ഇംഗ്ലീഷ് വേർഡുകൾ എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോസ്പൈസ്. ഓക്കെ, ക്ലിയർ ആയോ? ഹോസ്പൈസ് എന്ന് പറഞ്ഞാല് അഭയ കേന്ദ്രമാണ് അതിന്റെ മീനിങ്. ഇനി നോക്കി, a word having the opposite meaning, a guest or visitor. ഇനി ഈ ലാറ്റിൻ നൗണായ ഹോസ്പസിന്റെ വേർഡ് മീനിങ് എന്താണ്? അതിനെ പറയുന്നത്, അതിന്റെ മീനിങ് എന്താണ്? ഗസ്റ്റ് ഓർ വിസിറ്റർ എന്നാണ്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീനിങ്? ഗസ്റ്റ്, അതിഥി അല്ലെ?
ഓക്കെ, വെരി ഗുഡ്. ഇനി വിസിറ്റർ എന്ന് പറഞ്ഞാലോ? വിസിറ്റർ സന്ദർശകൻ. സന്ദർശകൻ. ഓക്കെ, ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ ചോദിക്കുന്നത്. അറിയാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് മിസ് ചോദിക്കുമ്പോൾ എഴുതി വെക്കാം. അതിന്റെ ആ വീടിന്റെ മുകളില് അറിയാത്ത വേർഡ് മീനിങ് ഉണ്ടെങ്കിൽ പറയുമ്പോൾ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ലാറ്റിൻ നൗണായ ഹോസ്പസിന്റെ മീനിങ് ആണ് ഇത് ഗസ്റ്റ് ഓർ വിസിറ്റർ, അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്നാണ് പറയുന്നത്. ഇനി എന്താണ്? 3 തരത്തില് മീനിങ് കൊടുത്തിട്ടുണ്ട്. ഒരു മീനിങ് ആണ് നമ്മൾ പറഞ്ഞത് ഗസ്റ്റ് ഓർ വിസിറ്റർ. ഇനി എന്താ പറയുന്നത്? ആൻഡ് വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ. നമുക്കറിയാം ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതിഥിയാണ് അല്ലെ. അതുപോലെ വിസിറ്റർ സന്ദർശകൻ അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് അതിഥിക്കോ അല്ലെങ്കിൽ സന്ദർശകനോ ലോഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? താമസമോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് എന്താണ്? വിനോദമോ ഒരുക്കുന്ന ആൾ. ഓക്കെ, ആ വ്യക്തി പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തി എന്നും പറയുന്നുണ്ട്. ഇനി നോക്കിയേ, എ പ്ലേസ് വേർ ഗസ്റ്റ് ഈസ് റിസീവ്ഡ്. ഇനി എന്താ പറയുന്നത്? ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്ന സ്ഥലം എന്നും കൂടി അതിനർത്ഥം വരുന്നുണ്ട്. 3 മീനിങ്ങുകളാണ് നമ്മൾ പഠിച്ചത്. ഗസ്റ്റ് ഓർ വിസിറ്റർ, അതുപോലെ വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ entertainment for a guest or visitor, a place where guest is received. 3 അർത്ഥങ്ങൾ മനസ്സിലായോ? ഓക്കെ, അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ. പിന്നെ പറയുന്നത് എന്താണ്? അതിഥിക്കോ സന്ദർശകനോ വിനോദമോ അല്ലെങ്കിൽ താമസമോ ഒരുക്കുന്ന ആൾ, പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ എന്താണ്? ഗസ്റ്റിനെ സ്വീകരിക്കുന്ന ഇടം എന്നും കൂടി പറയുന്നുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഫ്രം ഇറ്റ്സ് ഗ്രാജുവൽ എവല്യൂഷൻ ത്രൂ എ 18th and 19th century, the hospitals in Eastern and Western world has come of age only newly during the past 50 years or so. The concept of today's hospitals contrasting basically from the one idea of a hospital as no more than a place for the treatment of the sick. ഇവിടെ പറയുന്നത് എന്താണ്? 18-19 സെഞ്ചുറീസില് ഹോസ്പിറ്റലുകളിൽ ഒരു ഗ്രാജുവൽ ഇവല്യൂഷൻ സംഭവിച്ചു. ഗ്രാജുവൽ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം മീനിങ്? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഗ്രാജുവൽ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവല്യൂഷൻ പരിണാമം. വെരി ഗുഡ്. പരിണാമം അല്ലെ. ഓക്കെ, ഗ്രാജുവൽ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാല് ഒരു ക്രമാനുഗതമായ പരിണാമം സംഭവിച്ച് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡിലെ ഹോസ്പിറ്റലുകള് 50 ഇയേഴ്സ് ആയിട്ട് തുടർന്നു പോകുന്ന രീതികള്, അതുപോലെ തന്നെ അവരുടെ തുടർന്നു പോകുന്ന കൺസെപ്റ്റുകള്, ഐഡിയാസുകള്. നമുക്കറിയാം ഇപ്പൊ പണ്ടത്തെ ഹോസ്പിറ്റലുകള് അതിന്റെ ഒരു തുടർന്നു പോകുന്ന ഒരു രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചികിത്സാ കേന്ദ്രം അല്ലെങ്കിൽ വെറും ഒരു ചികിത്സാ കേന്ദ്രമായിട്ടാണ് പണ്ടുള്ള ഹോസ്പിറ്റലുകൾ പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു പുരാതന രീതി മാറ്റിമറിച്ചുകൊണ്ട് പുതിയ രീതികള്, പുതിയ കൺസെപ്റ്റുകള്, പുതിയ ഐഡിയാസുകള് ഇവ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നും കൂടിയും പറയാം. 18-19 സെഞ്ചുറീസില് ഹോസ്പിറ്റലുകളില് ഗ്രാജുവൽ ഇവല്യൂഷൻ, ക്രമാനുഗതമായ പരിണാമം സംഭവിച്ച് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡില് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഈ പാരഗ്രാഫുകൾ എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓരോ പാരഗ്രാഫും പറഞ്ഞു കഴിഞ്ഞിട്ട് മിസ് മാർക്ക് ചെയ്യിപ്പിച്ച് തരാം. അതില്ലേ? ഓക്കെ. അപ്പൊ എന്താണ് അവിടെ പറഞ്ഞത്?
18-19 സെഞ്ചുറീസില് ഹോസ്പിറ്റലുകളില് ഗ്രാജുവൽ ഇവല്യൂഷൻ സംഭവിച്ചു, ക്രമാനുഗതമായ പരിണാമം സംഭവിച്ചു. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡിലെ ഹോസ്പിറ്റലുകളില് 50 വർഷങ്ങളായിട്ട് തുടർന്നു പോന്നിട്ടുള്ള കൺസെപ്റ്റുകള്, ഐഡിയാസുകള്, അതുപോലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോ പണ്ടുള്ള ഹോസ്പിറ്റലുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അത്? വെറും ഒരു ചികിത്സാ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കൺസെപ്റ്റുകളും രീതികളും മാറ്റിമറിച്ചുകൊണ്ട് പുതിയ രീതികള്, പുതിയ ഐഡിയാസുകള്, പുതിയ കൺസെപ്റ്റുകള് ഇവയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഹോസ്പിറ്റല് അങ്ങനെയുള്ള രീതിയിലേക്ക് മാറാനായിട്ട് ആരംഭിച്ചു. ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അപ്പോ ഇറ്റിമോളജി പ്രകാരം എന്താണ്? ലാറ്റിൻ നാമനായ ഹോസ്പിസിൽ നിന്നാണ് ഇംഗ്ലീഷ് വേർഡുകളായ 4 ഇംഗ്ലീഷ് വേർഡുകൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പൈസ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത്. ഇനി ഹോസ്പൈസ്, ലാറ്റിൻ നാമനായ ഹോസ്പിസിന്റെ മീനിങ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഗസ്റ്റ് ഓർ വിസിറ്റർ. പിന്നെ എന്തൊക്കെയാണ്? 3 രീതികളിൽ നമ്മൾ പഠിച്ചു അല്ലെ. One who provide lodging or entertainment for a guest or visitor, a place where guest is received. ക്ലിയർ ആയോ? ഓക്കെ, അത്രയും ഭാഗങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പിസിന്റെ മീനിങ്, അതുപോലെ തന്നെ ഏതൊക്കെ വേർഡ്സുകളിൽ നിന്നാണ്, ഇംഗ്ലീഷ് വേർഡുകൾ അതിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത് അത് നോക്കാം. ഹോസ്പിറ്റൽസ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, ഹോസ്റ്റൽസ് ഉണ്ട്, ഹോസ്പൈസ് ഉണ്ട്. ഇത്രയും ഭാഗങ്ങള് അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ഫസ്റ്റ് ആ പാരഗ്രാഫ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി ആർക്കെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോവാം കേട്ടോ. ആ ഹോസ്പിറ്റലിന്റെ ആ ഹിസ്റ്ററി ആണ് കേട്ടോ നമ്മൾ ഇവിടെ നോക്കുന്നത്. എങ്ങനെയാണ് ഹോസ്പിറ്റൽസ് ഉണ്ടായത്, ഏത് വീടിൽ നിന്നാണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ പാരഗ്രാഫുകളിൽ പഠിച്ചത്. നെക്സ്റ്റ് നോക്കാം. ഇതും ഹോസ്പിറ്റലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്, മനസ്സിലാക്കി വെച്ചാൽ മതി. നോക്കാം കേട്ടോ. കറന്റ്ലി ദ ഹോസ്പിറ്റൽസ് ആർ not just seen as healing centers, but also as a place that actually promote the healthful living. എന്താണ് ഇവിടെ പറയുന്നത്? കറന്റ്ലി, നിലവിലല്ലേ, ഹോസ്പിറ്റലുകൾ എന്നാല് രോഗശമനത്തിന് വേണ്ടിയുള്ള സെന്റേഴ്സ് മാത്രമല്ല അല്ലെ. ഹോസ്പിറ്റൽസ് ആർ ജസ്റ്റ് നോട്ട് സീൻ ഹീലിംഗ് സെന്റേഴ്സ്, രോഗശമനത്തിന് വേണ്ടിയുള്ള ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ സെന്റേഴ്സ് മാത്രമല്ല, പിന്നെ എന്താണ്? but also as a place that actually promote a healthful living. എന്താണ്? ആരോഗ്യ പരിചരണത്തിനുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള നല്ല രീതിയിലുള്ള പരിചരണത്തിനുള്ള ജീവിതം നയിക്കുന്ന സെന്റേഴ്സുകളായിട്ട് മാറിക്കഴിഞ്ഞു അല്ലെ. നമുക്കറിയാം പണ്ടുള്ള ഹോസ്പിറ്റലുകളിലും ഇപ്പോഴുള്ള ഹോസ്പിറ്റലുകളിൽ ഡിഫറൻസ് ഉണ്ടല്ലേ ഇല്ലേ? പണ്ടൊക്കെ എന്താണ്, എല്ലാം മാനുവലി ആയിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഇപ്പൊ എന്താണ്, അപ് ടു ഡേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു അല്ലെ. പുതിയ പുതിയ ഇന്നോവേഷൻസ് വന്നു, പുതിയ പുതിയ ടെക്നോളജീസ് വന്നു, പുതിയ പുതിയ ഫെസിലിറ്റീസ് വന്നു അല്ലെ ഇല്ലേ? ഓക്കെ, പല കാര്യങ്ങൾക്കും പല രോഗങ്ങൾക്കും നല്ല രീതിയിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജീസ്, ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സുകൾ അല്ലെ, ഡയഗ്നോസ്റ്റിക് ടെക്നോളജി, പലതരത്തിലുള്ള ടെക്നോളജീസ് ഇപ്പോ ഹോസ്പിറ്റലുകളിൽ വന്നു കഴിഞ്ഞു. അപ്പൊ അതാണ് പറയുന്നത്, ഹോസ്പിറ്റലുകള് നിലവില് ഹോസ്പിറ്റലുകൾ എന്നാൽ എന്താണ്? ജസ്റ്റ് നോട്ട് എ ഹീലിംഗ് സെന്റർ, രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് മാത്രമല്ല, ആരോഗ്യ പരിചരണത്തിനുള്ള ജീവിതം നയിക്കുന്ന ഒരു സെന്റേഴ്സുകളായിട്ട് മാറിക്കഴിഞ്ഞു.
നോക്കാം. The general public would prefer to visit a hospital that offers many facilities rather than going to a hospital that only satisfies to the patient's care. എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? അതായത് പൊതുജനങ്ങള് എങ്ങനെയുള്ളവരായിട്ട് മാറി എന്നാണ് പറയുന്നത്? രോഗപരിചരണം മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ പോകുന്നതിന് പകരം അതിന് പകരം എന്താണ് അവര് പ്രിഫർ ചെയ്യുന്നത്? എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലുകളില് പോകാനായിട്ടാണ് അവർ ഇഷ്ടപ്പെടുന്നത്. നമ്മളായാലും അങ്ങനെ തന്നെയാണ് അല്ലെ. ഇപ്പോ ചില ഹോസ്പിറ്റലുകളിലെ രോഗികളെ കൊണ്ട് ചെല്ലുമ്പോ പറയാറുണ്ട്, പിന്നെ ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല, വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോളൂ പറയാറുണ്ടല്ലേ? ഇല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങള്? ഉണ്ട്. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ നമ്മളായാലും പ്രിഫർ ചെയ്യുന്നത് എന്തെങ്കിലും അസുഖം നമ്മളെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് നല്ല രീതിയിൽ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകളിലേക്കാണ് കൊണ്ടുപോകാറ് അല്ലെ? ഇല്ലേ? അങ്ങനെയല്ലേ ചെയ്യാറ് നമ്മള്? ഓക്കെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? പൊതുജനങ്ങള് എങ്ങനെയുള്ളവരായിട്ട് മാറിക്കഴിഞ്ഞു? എന്താണ്? നല്ല രീതിയിൽ അവരെന്താണ് പരിചരണം മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ പോകാതെ നല്ല രീതിയിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലുകളിൽ പോകാനായിട്ടാണ് അവര് ഇഷ്ടപ്പെടുന്നതും പ്രിഫർ ചെയ്യുന്നതും. With this concept, the image of the hospital gradually become good and they are taking a reason away from just being the centers for medical care and treatment to the facility, providing comprehensive, preventive, curative and rehabilitation services. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിനെ കുറിച്ച് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ വന്നതോടെ എല്ലാവരുടെയും മനസ്സിൽ ഹോസ്പിറ്റലുകൾ എന്നാല് ബിക്കം ഗുഡ് അല്ലെ? അതിന്റെ ആ കൺസെപ്റ്റില് നമ്മള് പുതിയ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ വന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലുകൾ എന്ന് പറയുമ്പോ അവരുടെ മനസ്സിൽ എന്താണ്? വളരെ മികച്ച രീതിയിലാണ് അല്ലെ അവർ കണക്കാക്കുന്നത്. പൊതുജനങ്ങൾ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ആ കൺസെപ്റ്റ്, ഹോസ്പിറ്റലിലെ ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ വന്നതോടെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ എന്താണ്? വളരെ മികച്ചതായിട്ട് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകള് പുതിയ മെഡിക്കൽ ഫെസിലിറ്റീസുകൾ കൊടുക്കാനായിട്ട് മാത്രമുള്ളതെന്ന ചിന്ത മറികടന്നുകൊണ്ട് അവര് ഏതൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്? നമ്മൾ കണ്ടു. പ്രൊവൈഡിങ് കോംപ്രിഹെൻസീവ് അല്ലെ? സമഗ്രമായത് അല്ലെ? സമഗ്രം. അതുപോലെ തന്നെ പ്രിവെന്റീവ്, പ്രതിരോധം. ഓക്കെ. കോംപ്രിഹെൻസീവ് സമഗ്രമായതും പ്രിവെന്റീവ് പ്രതിരോധാത്മകമായതും അതുപോലെ ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗശമനം. ഇനി റീഹാബിലിറ്റേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ. റീഹാബിലിറ്റേഷൻ സർവീസ് എന്തായിരിക്കാം? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഡ്രഗ്സ് എന്നുള്ള രക്ഷപ്പെടുന്നത്. ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളവരെ എന്താണ് മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ടീ അഡിക്ഷൻ സെന്റേഴ്സ് ഒക്കെ ഇല്ലേ? ഓക്കെ, വെരി ഗുഡ്. അതുപോലെ തന്നെ എന്താണ് നഴ്സിംഗ് സെന്റേഴ്സ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് റീഹാബിലിറ്റേഷൻ സർവീസിന് എക്സാമ്പിൾ പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, റീഹാബിലിറ്റേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരധിവാസ സർവീസുകള്, പുനർജീവിതത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങള്. ഓക്കെ, പുനരധിവാസ സർവീസുകൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഹോസ്പിറ്റലുകളിൽ കൊടുക്കാനായിട്ട് തുടങ്ങിയല്ലേ. കോംപ്രിഹെൻസീവ് ആയിട്ട് സമഗ്രമായതും പ്രിവെന്റീവ് പ്രതിരോധാത്മകമായതും ക്യൂറേറ്റീവ് രോഗശമനത്തിന് വേണ്ടിയുള്ളതും അതുപോലെ റീഹാബിലിറ്റേഷൻ സർവീസുകളും ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ ആ പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എന്താണ്? കറന്റ്ലി ദ ഹോസ്പിറ്റൽ ആർ നോട്ട് എ ജസ്റ്റ് ഹീലിംഗ് സെന്റേഴ്സ് അല്ലേ. എന്താണ്?
ഹോസ്പിറ്റലുകള് ഇപ്പോ നിലവില് ഹോസ്പിറ്റലുകള് എന്താണ് രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് മാത്രമല്ല, പിന്നെ എന്തും കൂടിയായിട്ട് മാറി, പ്ലേസ് ദാറ്റ് ആക്ച്വൽ പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിങ്. എന്താണ് ആരോഗ്യ പരിചരണത്തിലുള്ള ജീവിതം നയിക്കുന്ന ഒരു സെന്റേഴ്സ് ആയിട്ട് ഹോസ്പിറ്റലുകൾ മാറി. ഇനി എന്താ പറഞ്ഞത്? The general public would prefer to visit hospital that offers many facilities rather than going to a hospital that only satisfies to the patient's care. എന്താണ്? അതായത് പൊതുജനങ്ങള് ഇങ്ങനെയുള്ളവരായിട്ട് മാറി എന്നാണ് പറയുന്നത്. രോഗപരിചരണം മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ പോകാതെ കുറെ ഫെസിലിറ്റീസ് അല്ലെ, വളരെയധികം ഫെസിലിറ്റീസ് നൽകുന്ന ഹോസ്പിറ്റലുകളിൽ പോകാനായിട്ടാണ് അവർ ഇഷ്ടപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ പ്രിഫർ ചെയ്തിരുന്നതും അങ്ങനെയാണ് അല്ലെ. ഇനി എന്താണ്? Within this concept, the image of the hospitals gradually become good and they are being reasoned again from just being a centers for medical care and treatment to a facility providing comprehensive, preventive, curative and rehabilitation services. ഹോസ്പിറ്റലുകള് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളിൽ വന്നതോടെ, ഹോസ്പിറ്റലുകളിലേക്ക് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ വന്നതോടെ എല്ലാവരുടെയും മനസ്സിൽ, പൊതുജനങ്ങളുടെ മനസ്സിൽ ഹോസ്പിറ്റൽ ഗുഡ്, വളരെ മികച്ചതായിട്ട് മാറി. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളില് മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കാൻ മാത്രമുള്ളതാണെന്ന ചിന്ത മറികടന്നുകൊണ്ട് എന്തൊക്കെ സർവീസുകളാണ് അവിടെ വന്നിരിക്കുന്നത്? കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളത്, സമഗ്രമായിട്ടുള്ളതും, പ്രിവെന്റീവ് പ്രതിരോധാത്മകമായിട്ടുള്ളതും, ക്യൂറേറ്റീവ് രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ളതും, അതുപോലെ പുനരധിവാസ സർവീസുകൾ അല്ലെ, റിഹാബിലിറ്റേഷൻ സർവീസുകളും ഹോസ്പിറ്റലുകളില് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ക്ലിയർ ആയോ? 2 പാരഗ്രാഫും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഏതാണ് ലക്ഷ്മി പറയണ്ടേ? ഏത് പോയിന്റ് ആണ്? സെക്കൻഡ് പാരഗ്രാഫ് ആണോ? ഏതാ പോയിന്റ്? ആദ്യത്തേതോ? ആദ്യത്തെ പാരഗ്രാഫ് പറയണോ? ഓക്കെ, ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് the English word hospitals, hostels, hotels and hospitals are, or according to the etymology, related to the Latin noun hospes, a word having opposite meaning to the guest or visitor, and one who provides lodging or entertainment for a guest or visitor, a place where guest is received. പാരഗ്രാഫിൽ, ഞാൻ വായിച്ച പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? ഇറ്റിമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഞാൻ പറഞ്ഞത്? വാക്കുകളുടെ ഉത്ഭവവും അവയുടെ അർത്ഥങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ഇറ്റിമോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഇറ്റിമോളജി പ്രകാരം ലാറ്റിൻ നോണായ ഹോസ്പിസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടതാണ് ഈ 4 ഇംഗ്ലീഷ് വേർഡ്സുകൾ. ഏതൊക്കെയാണ് 4 ഇംഗ്ലീഷ് വേർഡ്സുകള്? ഹോസ്പിറ്റൽസ് ഉണ്ട്, ഹോസ്റ്റൽസ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, ഹോസ്പൈസ് ഉണ്ട്. ഓക്കെ, അത്രയും മാത്രം മനസ്സിലാക്കാം. ഇനി എന്താണ്? ഇനി ലാറ്റിൻ നോണായ ഹോസ്പസിന്റെ വേർഡ് മീനിങ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 3 രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നോക്കി. ഗസ്റ്റ് ഓർ വിസിറ്റർ അല്ലെ, സന്ദർശകൻ അല്ലെങ്കിൽ അതിഥി എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ entertainment for a guest or visitor. സന്ദർശകനോ അതിഥിക്കോ വിനോദമോ അല്ലെങ്കിൽ താമസമോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾ. അതുപോലെ തന്നെ a place where guest is received. ഗസ്റ്റിന് എന്താണ്? ഗസ്റ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗസ്റ്റിനെ സ്വീകരിക്കുന്ന സ്ഥലം അല്ലെ, ഗസ്റ്റ് ഈസ് റിസീവ്ഡ്, ഗസ്റ്റിനെ സ്വീകരിക്കുന്ന ഒരു ഇടം എന്നും കൂടി പറയുന്നുണ്ട്.
മൂന്ന് മീനിങ് കിട്ടിയോ? മൂന്ന് രീതിയിലാണ് പറയുന്നത്. ഗസ്റ്റ് ഓർ വിസിറ്റർ, വൺ ഹു പ്രൊവൈഡ് lodging or entertainment for guest or visitor, a place where guest is received. ഇനി എന്താണ് അടുത്ത സെന്റൻസ് നോക്കാം. From its gradual evolution through the 18th and 19th century, the hospitals in the eastern and western world has come of age only newly during the past 50 years or so. The concept of today's hospitals contrasting basically from the old idea of a hospital as no more than a place for the treatment of the sick. അപ്പൊ എന്താ പറയുന്നത്? 18-19 സെഞ്ചുറീസുകളില് ഹോസ്പിറ്റലുകളില് ഒരു ഗ്രാജുവൽ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാല് ക്രമാനുഗതമായ പരിണാമം സംഭവിച്ച് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡില് ഹോസ്പിറ്റലുകള് 50 വർഷങ്ങളായിട്ട് തുടർന്ന് പോന്നിരിക്കുന്ന രീതികള്, അതുപോലെ കൺസെപ്റ്റുകള്, ഐഡിയാസുകള്. നമുക്കറിയാം പണ്ടത്തെ ഹോസ്പിറ്റലുകൾ അല്ലെ, പണ്ടുള്ള 50 വർഷങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലുകൾ എന്നൊക്കെ പറഞ്ഞാല് പണ്ട് കാലത്തെ ഹോസ്പിറ്റലുകളാണ്. അവരിപ്പോഴും എന്താണ് ഈ ഒരു ചികിത്സാ കേന്ദ്രം എന്ന നിലയിലാണ് തുടർന്ന് വന്നിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറി, പുരാതന രീതികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പുതിയ രീതികള്, പുതിയ ഐഡിയാസ്, പുതിയ കൺസെപ്റ്റുകള് എന്നിവ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. ഫാദറിന് എന്താണ് സംശയം? ഈ പഴയ ഹോസ്പിറ്റലുകൾ എപ്പോഴാണ് തുടങ്ങി? നമ്മളിപ്പം പറഞ്ഞല്ലോ 19th and 18th century gradual evolution took place. Before, when it was started, the real origin of the word hospital. 50 വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ കൺസെപ്റ്റ് ആണ് പറയുന്നത്. പണ്ട് കാലത്ത് ആ ഹോസ്പിറ്റലുകള് തുടർന്നു. ആ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചികിത്സാ കേന്ദ്രം മാത്രമായിരുന്നു. മനസ്സിലായോ? ഓക്കെ. പിന്നീടാണ് ടെക്നോളജി ഡെവലപ്പ് ആയിട്ട് വന്ന് പുതിയ പുതിയ രീതികളിൽ വരാനായിട്ട് തുടങ്ങിയത്. ക്ലിയർ ആയോ ഫാദർ? ഞാൻ ചോദിച്ചത് ആ പഴയ രീതി ഏത് വർഷം തൊട്ടാണ് തുടങ്ങിയതെന്നാണ് എന്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചത്. പറയുന്നില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, വായിച്ചു നോക്കിയോ? ക്ലിയർ അല്ലേ? 2 പാരഗ്രാഫും. ഇനി നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻസ് കേട്ടോ. 3 ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഓരോന്നും പഠിച്ചു വെക്കാം, ഏതൊക്കെയാണ് വരുന്നത്. ചിലപ്പോ ചോദിക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? സെക്കൻഡ് പാരഗ്രാഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സെക്കൻഡ് പാരഗ്രാഫിൽ അങ്ങനെ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാനത് കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫിലാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്ക് ചെയ്ത് വെച്ചു എല്ലാവരും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഡെഫിനിഷൻ നോക്കാം. Definition of hospital. Hospitals are institutions providing medical and surgical treatment and nursing care for any ill or injured people. Ill എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീനിങ്? ഇൽ അസുഖം. ക്ലിയർ ആയില്ല മിസ്സിന്? ഒരാള് പറയോ? രോഗബാധിതർ അല്ലെ? അസുഖബാധിതർ. ഓക്കെ, അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഇനി ഇൻജേർഡിന്റെ മീനിങ് എന്തായിരിക്കും? പരിക്കേറ്റവർ അല്ലെ? പരിക്ക് പറ്റിയ ആളുകൾ. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലെ?
ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ കെയർ, അതുപോലെ സർജിക്കൽ ട്രീറ്റ്മെന്റുകള്, മെഡിക്കൽ ട്രീറ്റ്മെന്റുകള്, നഴ്സിംഗ് കെയർ ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? രോഗബാധിതരോ അല്ലെങ്കിൽ പരിക്കേറ്റോ ആളുകൾക്ക് ഇങ്ങനെയുള്ള നഴ്സിംഗ് കെയറുകള്, സർജിക്കൽ ട്രീറ്റ്മെന്റുകള്, മെഡിക്കൽ ട്രീറ്റ്മെന്റുകള് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? ആണോ? ഓക്കെ, ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഡെഫിനിഷൻ ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. എന്താ പറഞ്ഞത് നമ്മള്? രോഗബാധിതർക്കോ അല്ലെങ്കിൽ പരിക്കേറ്റ ആളുകൾക്കോ നഴ്സിംഗ് കെയർ, സർജിക്കൽ ട്രീറ്റ്മെന്റുകള്, മെഡിക്കൽ ട്രീറ്റ്മെന്റുകള് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ പറയുന്നത് ഹോസ്പിറ്റൽസ് എന്ന്. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്യാം. കിട്ടിയോ? മീനിങ് കിട്ടിയോ? ഓക്കെ, ഇനി സെക്കൻഡ് ഡെഫിനിഷൻ പറയട്ടെ മിസ്. ഓക്കെ ആണോ? ഫസ്റ്റ് ഡെഫിനിഷൻ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, ഇനി സെക്കൻഡ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിയേ. An institution that make use of physicians, surgeons and team of technical staffs in order to provide facilities for diagnosis, therapy, rehabilitation, prevention, education and research. എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റൽസ് എന്നാൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ആരൊക്കെ വെച്ചിട്ടാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ദാറ്റ് മേക്ക് യൂസ്. ആരൊക്കെയാണ്? ഫിസിഷ്യൻസ് അല്ലെ? സർജൻസ് ഉണ്ടാവും, ഫിസിഷ്യൻസ് ഉണ്ടാവും ഹോസ്പിറ്റലുകളില്. പിന്നെ ആരൊക്കെ ഉണ്ടാവും? ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫുകൾ, മറ്റ് സ്റ്റാഫുകൾ അല്ലെ? ടെക്നിക്കൽ മേഖലാസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാവരെയും യൂസ് ചെയ്തുകൊണ്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫെസിലിറ്റീസ് അല്ലെ? സൗകര്യങ്ങൾ അല്ലെ? ഏതൊക്കെയാണ്? ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എന്താണ് ഡയഗ്നോസിസ്? രോഗനിർണയം. വെരി ഗുഡ്. രോഗനിർണയം. ഡയഗ്നോസിസ് മീൻസ് രോഗനിർണയം. റീഹാബിലിറ്റേഷൻ, പുനരധിവാസ സേവനങ്ങള്. പ്രിവെൻഷൻ, പ്രതിരോധാത്മകമായിട്ടുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അല്ലെ? ഹോസ്പിറ്റലുകളിൽ കൊടുക്കാറില്ലേ പല സ്റ്റാഫുകൾക്കായാലും. അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിനായാലും നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട് അല്ലെ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ നിങ്ങൾ തുടർന്ന് വരുന്ന പോർഷൻസിലൊക്കെ പഠിക്കും കേട്ടോ. എഡ്യൂക്കേഷൻ അല്ലെ? നമ്മളെ ഇപ്പൊ ഡോക്ടർ ആയാലും കൺസൾട്ടേഷൻ ഇരിക്കുമ്പോ നമ്മളുടെ കണ്ടീഷൻ പറഞ്ഞു തരാറുണ്ട്. നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ മെഡിസിൻസ് ആണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് ഇല്ലേ? ഡയറ്റ് പ്ലാൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ ഡോക്ടർമാരായാലും പറഞ്ഞു തരാറുണ്ട് അല്ലെ? അതൊക്കെ എന്താണ്? എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ റിസർച്ച്, പല ഗവേഷണങ്ങളും നടത്താറുണ്ടല്ലേ ഹോസ്പിറ്റലുകളിൽ ഇല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്? ഫിസിഷ്യൻസ്, സർജൻസ്, അതുപോലെ തന്നെ ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്. ഓക്കെ, അപ്പോ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആരൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്? ഫിസിഷ്യനെ യൂസ് ചെയ്യുന്നുണ്ട്, സർജൻസിനെ യൂസ് ചെയ്യുന്നുണ്ട്, മറ്റു ടെക്നിക്കൽ സ്റ്റാഫിനെ യൂസ് ചെയ്തിട്ട് കുറെ അധികം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഫെസിലിറ്റീസ് ആണ് അവിടെ കൊടുക്കുന്നത്? ഡയഗ്നോസിസ്, രോഗനിർണയം, അതുപോലെ തെറാപ്പി, റീഹാബിലിറ്റേഷൻ അല്ലെ? ഇപ്പോ എന്താണ് സ്ട്രോക്ക് വന്ന പേഷ്യൻസിനൊക്കെ അവരെങ്ങനെയാണ് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലൊക്കെ എക്സസൈസ് ചെയ്യേണ്ടത് അല്ലെ? അവരെ പുനർജീവിതത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? നടക്കാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ കൈ വശം തളർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എന്താണ് നമുക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റൽസുകാര് അല്ലെ തെറാപ്പി തരാറുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു തരാറുണ്ട് അല്ലെ? എല്ലാ കാര്യങ്ങളും അതൊക്കെയാണ് പുനരധിവാസ സർവീസിന് എക്സാമ്പിള്. അതുപോലെ തന്നെ എന്താണ്? പ്രിവെന്റീവ്, രോഗപ്രതിരോധം, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പല ഗവേഷണങ്ങളും നടത്തുന്നുണ്ട്. ക്ലിയർ ആയോ? ആ സെക്കൻഡ് ഡെഫിനിഷൻ ഓക്കെ ആണോ? ഓക്കെ,
ഇനി നെക്സ്റ്റ് ആണ് എന്ത് നോക്കാം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ മിസ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ചിലവരുടെയൊക്കെ മൈക്ക് ഓൺ ആണ്, അതുകൊണ്ടാണ്. എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ബിനീഷ് PP ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. Professionally and technically skilled people apply their knowledge and skills with the help of complicated equipments and appliances to provide quality care for the patient. Hospitals is a place for the diagnosis and treatment of human ills and bringing back health and well-being of those temporarily prevented from enjoying this. അപ്പൊ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? Professionally and technically skilled people apply their knowledge and skill with the help of complicated equipments and appliances to provide quality care for the patient. Professionally and technically skilled ആയിട്ടുള്ള പീപ്പിൾസ്, അവിടെ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ, അവരെന്താണ് പ്രൊഫഷണലി ടെക്നിക്കലി ഒക്കെ സ്കിൽഡ് ആയിട്ടുള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പീപ്പിൾസ് അവരുടെ നോളജും സ്കിൽസും ഒന്നുപോലെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അപ്ലയൻസിലും എക്യുപ്മെന്റ്സുകളും യൂസ് ചെയ്തുകൊണ്ട് ആർക്കാണ് ക്വാളിറ്റി കെയർ, ഗുണവത്തായിട്ടുള്ള കെയർ കൊടുക്കുന്നത്? പേഷ്യൻസിന് അല്ലേ? പേഷ്യൻസിന് ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നത് എങ്ങനെയാണ്? ടെക്നിക്കലി അതുപോലെ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾസ് അവരുടെ നോളജുകളും സ്കില്ലുകളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അപ്ലയൻസിലും എക്യുപ്മെന്റ്സിലും യൂസ് ചെയ്തുകൊണ്ട് ഗുണനിലവാരമുള്ള കെയറുകള് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കേണ്ടത് ഹോസ്പിറ്റലിന്റെ കടമയാണല്ലേ. അവിടെ വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് അവർക്ക് വേണ്ടത്. അപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണം ആ ഹോസ്പിറ്റലിൽ നിന്ന് പോവാനായിട്ടല്ലേ പേഷ്യൻസുകള്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള കെയർ വേണം കൊടുക്കാനായിട്ട്. ഹോസ്പിറ്റൽസ് ഈസ് എ പ്ലേസ് ഫോർ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് human ills and bringing back of health and well-being of those temporarily prevented from enjoying this. ഇനി ഇതാണ്, രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാറുണ്ട്? ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ വയറുവേദനയായിട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഡോക്ടർ പറയാറുണ്ടല്ലേ, എന്ത് ചെയ്യാൻ പറയും? എന്താ ചെയ്യാൻ പറയാ? കഠിനമായ വയറുവേദനയായിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോ ഡോക്ടർ ആദ്യം എന്ത് ചെയ്യും? മരുന്ന് കൊടുക്കോ? ചെയ്തിട്ട് വരാൻ പറയും അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡയഗ്നോസിസ് ചെയ്യണം അല്ലെ, രോഗനിർണയം നടത്തണം. അത് എന്തിന്റെ വേദനയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് സ്കാനിങ്ങിന് എഴുതുമല്ലോ ഡോക്ടർ. നമ്മൾ പോയിട്ട് സ്കാൻ ചെയ്യും. അങ്ങനെ രോഗനിർണയം നടത്തി അത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുകയും അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്താ ചെയ്യാ, അങ്ങനെയുള്ള ചികിത്സകൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കും അല്ലെ. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകള് രോഗികൾക്ക് കൊടുത്തുകൊണ്ട് അവരെ പുനർജീവിതത്തിലേക്ക് നയിച്ചു കൊണ്ടുവരികയാണ് അല്ലെ ചെയ്യുന്നത്.
ഇല്ലേ? അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. എന്താ പറയുന്നത്? ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രോഗിക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാദ്യം രോഗം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്ത് അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുകയും അതിലൂടെ അവരെ പുനർജീവിതത്തിലേക്ക് നയിക്കുകയുമാണ് ഹോസ്പിറ്റലുകൾ ചെയ്യുന്നത്. ഓരോ ഹോസ്പിറ്റലിനെയും കടമയാണ് എന്ത്? രോഗിക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഡയഗ്നോസിസ് ചെയ്ത് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് അവരെ നല്ല രീതിയിൽ ബെറ്റർ ഹെൽത്ത് ആക്കി മാറ്റുക എന്നുള്ളത്. അവരുടെ ഹെൽത്ത് ഏറ്റവും ബെറ്ററിലേക്ക് അല്ലെ കണ്ടീഷനൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ എന്താണ് അവരെ പുനർജീവിതത്തിലേക്ക് നയിക്കുക എന്ന കടമയാണ് ഹോസ്പിറ്റലിനുള്ളത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ 2 ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കാം. ക്ലിയർ ആണോ ഡെഫിനിഷൻ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഡെഫിനിഷനും കൂടി WHO പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. WHOന്റെ ഫുൾ ഫോം എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അണ്ടർലൈൻ ചെയ്യാം. എക്സ്പാൻഡ് WHO എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റണം. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണോ? കിട്ടിയോ ടെക്സ്റ്റ് ബുക്ക്? ഓക്കെ, PDF ഉണ്ടോ നിങ്ങളുടെ കയ്യില്? പ്രിന്റഡ് നോട്ട് ഉണ്ടോ? പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ നിങ്ങള്? നോട്ടാണോ നിങ്ങൾ എഴുതുന്നത്? സ്ക്രീനിൽ നോക്കിയിട്ട് ഇതാക്കി തരാം കേട്ടോ. അപ്പൊ ആ ഡെഫിനിഷനും കൂടി നോക്കാം കേട്ടോ. WHO പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. എന്തൊക്കെയാണെന്ന് നോക്കിയേ. WHOന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്യുന്നവരെ നോട്ട് ചെയ്ത് വെക്കാം. നോക്കാം കേട്ടോ ഡെഫിനേഷൻ. A hospital is an integral part of a medical and social organization, the function of which is to provide for the population complete health care, both curative and preventive, and whose outpatient service reach out to the family and its home environment. The hospitals is also a center for the training of health workers and biosocial research. WHO പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഡെഫിനിഷൻ 1957 എഴുതിയിരിക്കുന്നതാണ് അവർ കേട്ടോ. ആ ഇയറും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് അതിൽ പറയുന്നത്? ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട്. എന്താണ് ഇന്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞാല്? ശില്പ ഒന്ന് മ്യൂട്ട് ആക്കിയ മോളെ. ഓക്കെ, hospitals is an integral part. എന്താണ് ഇന്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞാല്? ഇതിന്റെ മീനിങ് എന്താ? ഇമ്പോർട്ടന്റ് പാർട്ട്, അല്ലെങ്കിൽ എന്ത് പറയും നമ്മള് മലയാളത്തിൽ? എന്താ പറയാ? പ്രധാനപ്പെട്ടത്. ഓക്കെ, അവിഭാജ്യ ഘടകമാണ്. ഓക്കെ, അപ്പോ എന്താണ്? മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. The function of which is to provide for population complete health care, both curative and preventive. എന്ത് കൊടുക്കുന്നുണ്ട്? പോപ്പുലേഷൻ, പൊതുജനങ്ങൾക്ക് കംപ്ലീറ്റ് കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ? എങ്ങനെയാണ്? ഏതൊക്കെ രീതിയിലാണ്? ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാല് രോഗപ്രതിരോധം, ക്യൂറേറ്റീവ് രോഗശമനം. അപ്പൊ 2 രീതിയില് കംപ്ലീറ്റ് കെയർ പോപ്പുലേഷൻ പൊതുജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. 2 സെന്റൻസ് മനസ്സിലായോ? ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ആൻഡ് ഹൂസ് outpatient service
reach out to the family and its home environment. Outpatient service എന്നൊക്കെ പറഞ്ഞത് നമുക്കറിയാലോ, നമ്മള് കുറെ സർവീസുകളൊക്കെ ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോൾ നമ്മള് പാർട്സ് ആയിട്ട് എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റല്, അതുപോലെ പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഇതൊക്കെ പഠിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പൊ ഇത്രമാത്രം മനസ്സിലാക്കാം. ഫാമിലിക്കും, പേഷ്യൻസിന്റെ ഫാമിലിക്ക്, അതുപോലെ തന്നെ ഹോം എൻവയോൺമെന്റിനും എന്ത് കൊടുക്കുന്നുണ്ട്? ഔട്ട് പേഷ്യന്റ് സർവീസുകള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള ഫാമിലിയുടെയും ഹോം എൻവയോൺമെന്റിന്റെ ഇടയിലേക്ക് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഹോസ്പിറ്റൽസ് ഈസ് ഓൾസോ എ സെന്റർ ഫോർ ദ training of health workers and biosocial research. ഹെൽത്ത് വർക്കേഴ്സിന്റെയും അതുപോലെ തന്നെ ബയോസോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞാല് റിസർച്ച് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അവരെയാണ് ബയോസോഷ്യൽ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ റിസർച്ച് ചെയ്യുന്നവരുടെയും ഇടയിലേക്ക് ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ട് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലായോ? ഹെൽത്ത് വർക്കേഴ്സിന്റെയും ബയോസോഷ്യൽ റിസർച്ച് അവരുടെ ഇടയിലും ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ട് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നു. ക്ലിയർ ആയോ? WHO ഡെഫിനേഷൻ ഇത്തിരി വലിയ ഡെഫിനേഷൻ ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ 2 ഡെഫിനേഷൻ ഇല്ലേ, അതൊന്ന് ഓർത്ത് വെച്ച് പ്രധാനമായിട്ടും കാണാപാടൊന്ന് പഠിച്ചു വെക്കാം. അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ മതി. അതുപോലെ WHO ഫുൾ ഫോം ഏത് ഇയർ ആണ് എന്നുള്ളത് പറഞ്ഞോ. ഡെഫിനിഷൻ എന്തിനാ കാണാപ്പാടം പഠിക്കുന്നത്? അല്ല, ഡെഫിനിഷൻ എന്തിനാ കാണാപ്പാടം പഠിക്കുന്നത്? ക്വസ്റ്റ്യൻ വന്നാലേ ഇതുണ്ട്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. പല ഡെഫിനിഷൻസ് നിങ്ങൾ ഇനി പഠിക്കും, ഒരെണ്ണം മാത്രമല്ല പഠിക്കുന്നത്. അല്ല, അപ്പൊ ഡെഫിനിഷൻ കാണാൻ പഠിക്കേണ്ട കാര്യമില്ലല്ലോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ. കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞത് അറിഞ്ഞു വെക്കാനാണ്. ഓ, അങ്ങനെ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഇത്. സംഭവം പഠിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കാണാപ്പാടം അല്ലെങ്കിൽ അറിഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? അല്ല, ഈ ഡെഫിനിഷനൊക്കെ അതല്ല മിസ്സേ, ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാല് ഈ ഡെഫിനിഷനൊക്കെ കാണാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ഉള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ പല കോഴ്സും ഡ്രോപ്പ് ചെയ്തിട്ടിരിക്കുക. ഇതിന് വലിയ പ്രതീക്ഷയോടെ വന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് വെച്ചാ പേടിക്കേണ്ട ആവശ്യമില്ല. ഒബ്ജക്റ്റീവ് ആണ്, 4 ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ മോന്? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി ടീച്ചറെ. അർത്ഥങ്ങൾ അറിഞ്ഞ് അല്ലെങ്കിൽ ഇപ്പൊ ഏതൊക്കെ ഡെഫിനേഷൻ ആണ്, WHO ഡെഫിനേഷൻ കുറച്ചധികം ഉണ്ടെന്ന് അറിയാം. അതുപോലെ വലിയ ഡെഫിനേഷൻ അല്ലെങ്കിൽ ചെറിയ ഡെഫിനേഷൻ ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് WHO ഡെഫിനേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും നമുക്ക്? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ പണിപ്പാളാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ ഡെഫിനിഷൻ ആണ് മാം? ഫസ്റ്റത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെഫിനേഷൻ ഓർത്ത് വെച്ചാൽ മതി. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടത് ഫസ്റ്റ് 2 ഡെഫിനേഷൻ പഠിക്കാം. WHO അങ്ങനെ വന്ന് കണ്ടിട്ടില്ല, ഇനി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സെന്റൻസുകളാണ് WHO ഉള്ളത്. അതുപോലെ ഫസ്റ്റ് 2 ഡെഫിനേഷൻ ഡിഫറെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണ് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് കാണാപ്പാടം പഠിക്കാനല്ല. ഓക്കെ, പേടിച്ചു പോയോ അനുചന്ദ്രൻ? അനുചന്ദ്രനല്ല, അർജുൻ ഗോപാലാണ്. ഇതെന്റെ അമ്മയുടെ ഫോണാണ്. ക്ലിയർ ആയോ? നമ്മുടെ ഭാഗങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കാം. സർജിക്കൽ ക്ലിയർ ആകുന്നില്ല. എല്ലാവരും മ്യൂട്ട് ആക്കാം, ഒരാൾ മാത്രം പറയാം. രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാല്
നമ്മൾ പറഞ്ഞില്ലേ ഡെഫിനിഷന്റെ അടിയിൽ ഫസ്റ്റ് ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജേർഡ് പീപ്പിൾ. അതൊരു ഡെഫിനിഷൻ ആണ്. ഓക്കെ, ചിലപ്പോ ചോദിക്കാം ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാക്കിയുള്ളത് നമ്മൾ എഴുതണം, അവിടെ പൂരിപ്പിക്കണം. ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജേർഡ് പീപ്പിൾ. അപ്പൊ എന്താ എഴുതാം? 4 ഓപ്ഷൻ തരും. എന്താ എഴുതാം? ഡാഷ് ആർ എന്ത് എഴുതും? ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസ് ഓപ്ഷനിൽ എഴുതാം. പക്ഷെ ബാക്കിയുള്ള കണ്ടിന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, ഓർത്ത് വെക്കണം എന്താണെന്നുള്ളത്. ഓക്കെ ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ അടിയിലുള്ള ഡെഫിനിഷൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്ക് യൂസ് ഓഫ് ഫിസിഷ്യൻസ്, സർജൻസ് ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ഡയഗ്നോസിസ്, therapy, rehabilitation, prevention, education and research. അതും ഒരു ഡെഫിനിഷൻ ആണ്. അപ്പൊ ആ 2 ഡെഫിനിഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, WHO ഫുൾ ഫോമും അതുപോലെ തന്നെ WHO എന്നാണ് ആ ഡെഫിനിഷൻ ഇറക്കിയിരിക്കുന്നത് അല്ലെ, തന്നിരിക്കുന്നത് എന്നാണ് 1957 അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്കി ഇത് WHO ഡെഫിനിഷൻ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ചോദിക്കും. ഓക്കെ, ഇത്ര വരെ മിസ് എടുത്തത് ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവാത്തതോ? ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതിയോ നിങ്ങൾക്ക്? ഓക്കെ ആണ് മിസ്. ഓക്കെ മാം, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, ക്ലിയർ ആണ്. ഇഷ്ടായോ ക്ലാസ്? ആ പറഞ്ഞോ അർജുൻ. ഈ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴാ തരുന്നത്? മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നാളെ കിട്ടും റെക്കോർഡിംഗ് ക്ലാസ്സിന്റെ കൂടെ. ഓ അങ്ങനെ ഡെയിലി കിട്ടുമോ മാം? ആ ഡെയിലി കിട്ടും. ഡെയിലി ചെയ്ത് പഠിക്കണം കേട്ടോ, എനിക്കതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ മാം. വെറുതെ പറഞ്ഞല്ലോ, പേടിക്കണ്ട. ഇനി ചിലപ്പോ ക്ലാസ്സിലുണ്ടാവില്ല പ്രാവശ്യം തൊട്ട്. എന്താണ് റംസീന എന്താ പറഞ്ഞേ? ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതന്നെയാണോ മാം പഠിപ്പിച്ചു തരുന്നത്? അത് തന്നെയാണോ ടെക്സ്റ്റ് ബുക്ക്? അതോ സെപ്പറേറ്റ് വേറെയാണോ? ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഓഫീസിലൊന്ന് വിളിച്ച് ചോദിച്ചോളൂ എന്ന് കിട്ടുന്നുള്ളത് കേട്ടോ. അവര് പറഞ്ഞ പ്രിന്റിംഗ് സെക്ഷനിൽ നമ്മൾ അറിയിക്കുന്ന ജസ്റ്റ് വിളിക്കവര് പൈസ പേ ചെയ്ത് കൊറിയർ ആയിട്ടെന്നാ പറഞ്ഞത്. ചെയ്തിട്ടില്ല, അവര് വിളിക്കുമ്പോ പേ ചെയ്താൽ മതി എന്നാ പറഞ്ഞ. ഓക്കെ ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വിളിച്ചന്വേഷിച്ചോളൂ കേട്ടോ. മാം ഒരു ഡൗട്ട്, ഈ ടെക്സ്റ്റ് ബുക്കില് ഓരോരോ ചാപ്റ്റർ ആയിട്ടാണോ വരുന്നത്? ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ ആയിട്ടാണോ അതോ ഇങ്ങനെ ജനറൽ ആയിട്ട് തരത്തേ ഉള്ളൂ, അതോ ഓരോ ചാപ്റ്റർ? ഓരോ ചാപ്റ്റർ ആണ്. അതേ നോക്കി മൊഡ്യൂൾ ആയിട്ടാണ് 4 മൊഡ്യൂളുകൾ ഉണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ 13 ചാപ്റ്റർ ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ ഓക്കെ. നോട്ട്സ് വേറെ തരുമോ മാം? അതാ ഇത് നമ്മള് മാം പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി, അങ്ങനെയാണോ? നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതി പഠിച്ചാൽ മതി, വേറെ നോട്ട് തരില്ല. ക്ലാസ് എടുക്കുമ്പോ നിങ്ങള് നിങ്ങളുടെ ഭാഷയിൽ എഴുതാം. ഞാൻ പറഞ്ഞില്ലേ, നോട്ട്ബുക്കോ എന്തെങ്കിലും PDF-ന്റെ ഇതിലോ സൈഡിൽ ഇഷ്ടമുണ്ടെങ്കിൽ നോട്ട്ബുക്ക് എടുത്തിട്ട് ലെക്ചർ നോട്ടായിട്ട് എഴുതാം. ഓക്കെ, ഇനി മിസ് ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ? ക്ലാസ് ഇഷ്ടായോ? ക്ലാസ് ഇഷ്ടമായി. ഓക്കെ പറഞ്ഞോ അർജുൻ. എന്താ? ഞാൻ എന്റെ ഒരു സജഷൻ പറഞ്ഞോട്ടെ. മാഡം നോട്ട്സ് കൂടെ തരുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഞങ്ങള് നോട്ട്സ് കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് തീരുമല്ലോ മോനെ, അതുകൊണ്ടാണ്.
ആ മനസ്സിലായി. അപ്പം അല്ല, ഈ ചെയ്യുമ്പോ നോട്ട് നമ്മൾ നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് ആ. നോട്ടിലേക്ക് എഴുതി വെക്കാം മോന്റെ ഭാഷയിൽ. ലെക്ചർ നോട്ടായിട്ട് എഴുതിയാൽ മതി, എന്നിട്ട് മോൻ അല്ല മാഡം, വായിച്ചോളൂ. ഇല്ല മാഡം, വേറൊരു ഡൗട്ട്. ആ ഈ ലെക്ചർ നോട്ട് നമുക്ക് ഈ ലെക്ചർ നോട്ട് എഴുതിയില്ലേലും ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ പഠിക്കുകയും നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പഠിക്കുകയൊക്കെ ചെയ്താലും പാസ്സാവാൻ പറ്റത്തില്ലേ? പാസ്സാവാം. മോക്ക് ടെസ്റ്റ് ചെയ്താൽ മതി നിർബന്ധമായിട്ട്. മോക്ക് ടെസ്റ്റും പിന്നെ നമ്മൾ അല്ല മാഡം, അല്ലാതെ പിന്നെ ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കി ചെയ്തോളൂ. അങ്ങനെ നല്ലതാണ്. മതി അല്ലേ? ആ മനസ്സിലായി. ഹലോ മാം. ആ പറഞ്ഞോളൂ മഞ്ജു. മാം ആ സെക്കൻഡ് ഡെഫിനിഷൻ ഒന്ന് കാണിക്കാം മാം, ഒന്ന് എഴുതിയെടുക്കാൻ. എന്താണ് സെക്കൻഡ് ഡെഫിനിഷൻ? സെക്കൻഡ് ഡെഫിനിഷൻ രണ്ടുമാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അതൊന്ന് എഴുതിയെടുത്തോട്ടെ മാം. ഓക്കെ മിസ്സിന് ടൈം ആയിട്ടുണ്ട്. അടുത്ത മിസ് ക്ലാസ്സിലേക്ക് വരും കേട്ടോ. സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് എഴുതിയെടുത്തോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. സ്റ്റാർട്ടിംഗിൽ ഓക്കെ താങ്ക് യു. താങ്ക് യു മിസ്. മിസ്.